ഹലോ കൂട്ടുകാരെ, വിജിസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപ്മാവാണ് കേട്ടോ. ആദ്യമായി അതിന് നമുക്ക് റവ ചൂടാക്കിയെടുക്കാം. റവ ചൂടാക്കിയെടുത്തു കേട്ടോ. ഇനി അതേ പാത്രത്തിൽ തന്നെ നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാം. അതിന് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചെടുക്കുന്നത്. അതിലേക്ക് ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ലേശം ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ഈ ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വട്ടരിപ്പൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ എൻ്റെ കയ്യിൽ കുറച്ച് കപ്പലണ്ടി ഇരിക്കണ കാരണമായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. മസാലകളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അതിലേക്ക് 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അവയ്ക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. എനിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുക്കാം. ഉപ്പുണ്ടോ നോക്കാം കേട്ടോ. ഇതിൽ ഉപ്പ് കുറവാണ് കേട്ടോ. അപ്പോൾ തെരുമണി ഇടുന്നുണ്ട് കേട്ടോ. ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി റവ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഉപ്മാവ് ഏകദേശം ഒരു വിധമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കട്ടൊക്കെ നടക്കട്ടെ. ഇങ്ങനെയൊന്നും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും എന്നറിയാം. അപ്പോൾ എന്നാലും അറിയാത്ത കുട്ടികളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് പഠിക്കാനും ഇങ്ങനെയൊക്കെ ചെയ്യരുത്. എല്ലാവർക്കും ഉപ്മാവ് ഉണ്ടാക്കുന്നത് അറിയുകയൊക്കെ ചെയ്യും. എന്നാലും ഞാനൊന്ന് ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നാ കേട്ടോ. ഇനി ഇതിൽ വല്ല തെറ്റുകളുണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞു തരണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഉപ്മാവൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കാട്ടെ ചെയ്യും. ഇനി 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലേക്കൊന്ന് സെറ്റാക്കി എടുക്കാം. ആ 2 നേന്ത്രപ്പഴം കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ പഴം ശരിയാക്കാൻ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ശർക്കര ഉരുക്കിയിട്ട് വേറൊരു പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി വറ്റിക്കോട്ടെ. നമുക്ക് അതിലേക്ക് ലേശം നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഒരു 1/2 സ്പൂണ്. ഇനി പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് നേരം അതിൽ കിടന്നിട്ടൊന്നിങ്ങനെ വേണം. ശർക്കര നീര് അതിലേക്കൊക്കെ പിടിച്ചിട്ടൊന്നിങ്ങനെ കുഴഞ്ഞ് വരട്ടെ കേട്ടോ. 2 ഏലക്കായി നല്ല ജീരകം കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടേ. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. പഴം അങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ശർക്കര നീരൊക്കെ അതിൽ പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കിയിട്ടാ. ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ
പഴം വാട്ടിയത് ഇതുപോലെ ആയിട്ട് നമുക്കിനി ഗ്യാസ് ഓഫാക്കാം. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ടാ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടാ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ആഹാരമാണല്ലോ ഞാൻ ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ പഴമൊക്കെ നന്നായി ശർക്കര നീരിൽ പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കിയിട്ടോ. ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ പഴം വാങ്ങിയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചേർത്ത് കഴിക്കുമ്പോൾ നല്ല സ്വാദാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ടാ. ഉപ്മാവിലേക്ക് പഴം വാട്ടിയത് കഴിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ. സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള ആഹാരമാണല്ലോ ഇത് പഴം. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെ ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.